ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണോ, അതിനു മുമ്പ് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോഴാണോ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങളോ എതിർപ്പുകളോ ഉണ്ടായത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അന്നൊരു പ്രശ്നവുമില്ല. അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്നാണല്ലോ പോർച്ചുഗീസുകാരനെ ഇവിടുന്ന് ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുന്നി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതക്കാരുമായും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ചൊരു കാലത്ത് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് അജ്മീർ ഖാജ മുഖേനയാണ്. അജ്മീർ ഖാജയോട് അജ്മീറിലെ തന്നെ ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ ഇന്നും വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേർച്ചകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോറ് വിളമ്പാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരാണ് വരുന്നത്. മാത്രമല്ല അജ്മീറിലെ ചെമ്പിൽ ഇപ്പോഴും നോൺ വെജ് വേവിക്കില്ല മറ്റുള്ളവരെ പരിഗണിച്ചിട്ട്. അങ്ങനെയുള്ള സൗഹാർദ്ദമാണ് ഇവിടെ നിലനിന്നത്. പിന്നെ കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫ്രി, അദ്ദേഹത്തിൻ്റെ ആശീർവാദമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ. അപ്പോൾ എല്ലാ മതക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ പൂർവ്വകാല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്.